1918 ദക്ഷിണാഫ്രിക്കയിലെ മേസോ എന്ന ചെറിയ ഗ്രാമത്തിൽ തെംബു രാജകുടുംബത്തിലാണ് മണ്ടേല ജനിച്ചത്. ഒരു രാജകുടുംബത്തിൽ ജനിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ബാല്യം അത്ര എളുപ്പമായിരുന്നില്ല. മണ്ടേലയ്ക്ക് വെറും 9 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് ക്ഷയരോഗം ബാധിച്ചു മരണപ്പെട്ടു. ഈ ദുരന്തം ചെറുപ്പക്കാരനായ മണ്ടേലയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഗ്രാമത്തിലെ പ്രധാന പ്രമാണി അവനെ ദത്തെടുത്തു. ഇതിനാൽ പിതാവിന്റെ ഗ്രാമമായ ക്വേനുവിൽ നിന്ന് മണ്ടേല പ്രധാന പ്രമാണിയുടെ കൊട്ടാരത്തിലേക്ക് പോകേണ്ടി വന്നു. മണ്ടേലയുടെ ആദ്യത്തെ വിദ്യാഭ്യാസം ഒരു മിഷണറി സ്കൂളിൽ നിന്നായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് നെൽസൺ എന്ന ഇംഗ്ലീഷ് പേര് ലഭിച്ചത്. ക്രിസ്ത്യൻ മിഷണറി സ്കൂളുകളിൽ ആഫ്രിക്കൻ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പേരുകൾ നൽകുന്നത് ഒരു സാധാരണ പതിവായിരുന്നു. മണ്ടേല 10ാം ക്ലാസ് പൂർത്തിയാക്കിയ ശേഷം ക്ലാർക്ക്ബറി വെസ്ലെയൻ സ്കൂളിലും 1939 പോർട്ട് ഹെയർ യൂണിവേഴ്സിറ്റി കോളേജിലും ചേർന്നു. അവിടെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം കൂടുതൽ ഉൾപ്പെടുകയും സ്റ്റുഡൻസ് റെപ്രസെന്റേറ്റീവ് കൗൺസിലിന്റെ അംഗമാവുകയും ചെയ്തു. 1942 മണ്ടേല നിയമബിരുദം നേടി. അത് ദക്ഷിണാഫ്രിക്കയിലെ ഒരു കറുത്ത വർഗക്കാരന് വളരെ അപൂർവമായ നേട്ടമായിരുന്നു. 1952 അദ്ദേഹം ഒലിവർ തംബോയുമായി ചേർന്ന് ദക്ഷിണാഫ്രിക്കയിലെ ആദ്യത്തെ കറുത്ത വർഗക്കാരുടെ നിയമസ്ഥാപനം തുടങ്ങി. 1948 നാഷണൽ പാർട്ടി അധികാരത്തിൽ വന്നതോടെ വർണ്ണവിവേചനം ദക്ഷിണാഫ്രിക്കയിൽ നിയമപരമാക്കപ്പെട്ടു. വംശീയതയെ അടിസ്ഥാനമാക്കി വിവിധ നിയമങ്ങൾ അവർ പാസാക്കി. പൊതുസ്ഥലങ്ങൾ വംശീയമായി വേർതിരിക്കപ്പെട്ടു. വ്യത്യസ്ത വംശങ്ങൾക്കിടയിലുള്ള വിവാഹം നിരോധിച്ചു. താമസ സ്ഥലങ്ങൾ വംശീയതയുടെ അടിസ്ഥാനത്തിൽ വിഭജിച്ചു. മെച്ചപ്പെട്ട ആരോഗ്യ സൗകര്യങ്ങൾ വെളുത്തവർക്ക് മാത്രമായി ചുരുങ്ങി. വോട്ടവകാശവും രാഷ്ട്രീയ പങ്കാളിത്തവും നിഷേധിക്കപ്പെട്ടു. കറുത്ത വർഗക്കാർക്ക് പരിമിതമായ വിദ്യാഭ്യാസം മാത്രമായി. ഇത്തരം സാഹചര്യങ്ങളാണ് മണ്ടേലയെ പ്രതിഷേധത്തിലേക്കും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കും നയിച്ചത്. 1944 മണ്ടേല ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് അഥവാ ANC-യുടെ യൂത്ത് ലീഗിന്റെ സ്ഥാപക അംഗമായി. അവിടെ അദ്ദേഹം ഒലിവർ തംബോ, വാൾട്ടർ സിസുലു എന്നിവരുമായി സഹകരിച്ച് പ്രവർത്തിച്ചു. 1952 മണ്ടേല അഹിംസാത്മക പ്രതിഷേധ പ്രചരണമായ ഡിഫൻസ് ക്യാമ്പയിന്റെ നേതൃത്വം ഏറ്റെടുത്തു. ആയിരക്കണക്കിന് പ്രവർത്തകർ വിവേചന നിയമങ്ങൾ മനഃപൂർവ്വം ലംഘിച്ചു അറസ്റ്റ് വരിച്ചു. ഈ പ്രചാരണം ANC-യുടെ അംഗത്വം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. ഇതിന്റെ ഫലമായി മണ്ടേല ദക്ഷിണാഫ്രിക്കയിലെ ആദ്യത്തെ കറുത്ത വർഗക്കാരനായ ANC പ്രസിഡന്റ് ആൽബർട്ട് ലുത്തുലിയുടെ ഡെപ്യൂട്ടി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1956 മണ്ടേലയും മറ്റ് 155 പ്രവർത്തകരും രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെടുകയും 4 വർഷത്തെ നീണ്ട വിചാരണയ്ക്ക് ശേഷം എല്ലാവരും കുറ്റവിമുക്തരാക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ കാലഘട്ടത്തിൽ അപ്പാർത്തൈഡ് ഭരണകൂടം കൂടുതൽ ശക്തരായി. 1961 അദ്ദേഹം ANC-യുടെ സായുധ വിഭാഗം സ്ഥാപിച്ചു. അവരുടെ ലക്ഷ്യം ജീവഹാനി വരുത്താതെ സർക്കാർ സ്ഥാപനങ്ങളെ ആക്രമിക്കുകയായിരുന്നു. ഈ സമയത്ത് അദ്ദേഹം ദ ബ്ലാക്ക് പിമ്പർനെൽ എന്നറിയപ്പെട്ടു. കാരണം അദ്ദേഹത്തിന് പല വേഷങ്ങൾ ധരിച്ച് പോലീസിനെ കബളിപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹം ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും സന്ദർശിച്ച് അവരുടെ സഹായം അഭ്യർത്ഥിച്ചു. 1962 മണ്ടേല ദക്ഷിണാഫ്രിക്കയിലേക്ക് മടങ്ങിയെത്തിയ ശേഷം പിടിക്കപ്പെട്ടിരുന്നു. 1963 പ്രശസ്തമായ റിവോണിയ വിചാരണയിൽ മണ്ടേലയും മറ്റ് ANC നേതാക്കളും രാജ്യദ്രോഹം ആരോപിച്ച് വിചാരണ ചെയ്യപ്പെട്ടു. 1964 അവർ കുറ്റക്കാരെന്ന് കണ്ടെത്തുകയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. റോബിൻ ദ്വീപിൽ കഠിനമായ സാഹചര്യങ്ങൾ സഹിച്ചുകൊണ്ട് അദ്ദേഹം 27 വർഷം ജയിലുകളിൽ ചിലവഴിച്ചു. ജയിലിലും മണ്ടേല നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടർന്നു. സഹതടവുകാർക്കൊപ്പം റോബിൻ ദ്വീപിനെ പഠനത്തിന്റെയും പ്രതിരോധത്തിന്റെയും ഒരിടമാക്കി അദ്ദേഹം മാറ്റി. പഠിക്കുവാനും സംവദിക്കാനും ഭാവിക്കായി തയ്യാറെടുക്കുവാനും മണ്ടേല മറ്റുള്ളവരെ പ്രേരിപ്പിച്ചു. ജയിലിൽ വെച്ചും അദ്ദേഹം രഹസ്യമായി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നേതാക്കളുമായി ആശയവിനിമയം നടത്തി. പോരാട്ടത്തിന്റെ സന്ദേശങ്ങൾ അദ്ദേഹം അവർക്ക് അയച്ചു. തന്റെ നേതൃത്വത്തിലൂടെ ജയിൽ പ്രതിരോധത്തിന്റെ പ്രതീകമായി മാറുന്നുവെന്ന് മണ്ടേല ഉറപ്പുവരുത്തി. അദ്ദേഹത്തിന്റെ അധ്യാപനം സഹതടവുകാരെ മാത്രമല്ല
വർണ്ണവിവേചനത്തിനെതിരായ വളർന്നുവരുന്ന ഒരു ആഗോള പ്രസ്ഥാനത്തെ തന്നെ സൃഷ്ടിച്ചു. 1980കളുടെ അവസാനത്തോടെ ആഭ്യന്തര പ്രതിരോധവും അന്താരാഷ്ട്ര ഉപരോധങ്ങളും വർണ്ണവിവേചന സർക്കാരിനെ ദുർബലപ്പെടുത്തി. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മറ്റ് പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ നടന്ന ബഹുജന പ്രതിഷേധങ്ങൾ ഭരണകൂടത്തെ ചർച്ചകൾക്ക് നിർബന്ധിതരാക്കി. ഈ നീക്കങ്ങളുടെ ഫലമായി 1990-ൽ മണ്ടേല ജയിൽ മോചിതനായി. 1994-ൽ ദക്ഷിണാഫ്രിക്ക വർണ്ണവിവേചനത്തിന്റെ ഔദ്യോഗിക അന്ത്യം കുറിച്ചുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ ജനാധിപത്യ തിരഞ്ഞെടുപ്പ് നടത്തി. സമത്വത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു പുതിയ യുഗത്തെ പ്രതീകപ്പെടുത്തുന്ന രാജ്യത്തെ ആദ്യത്തെ കറുത്ത വർഗക്കാരനായ പ്രസിഡന്റായി നെൽസൺ മണ്ടേല തിരഞ്ഞെടുക്കപ്പെട്ടു. 1993-ൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ആദരസൂചകമായി സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചു. 1999-ൽ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും സ്ഥാനമൊഴിഞ്ഞതിനു ശേഷവും സമാധാനം, വിദ്യാഭ്യാസം, മനുഷ്യാവകാശങ്ങൾ എന്നിവയ്ക്കായി ആഗോളതലത്തിൽ വാദിക്കുന്ന ഒരാളായി മണ്ടേല തുടർന്നു. 2013-ൽ ധൈര്യം, ക്ഷമ, ദൃഢനിശ്ചയം എന്നിവയ്ക്ക് ചരിത്രത്തെ മാറ്റാൻ കഴിയുമെന്ന് കാണിച്ചു തന്ന മണ്ടേല ഈ ലോകത്തോട് വിടവാങ്ങി. മണ്ടേലയുടെ ശ്രമങ്ങൾ വർണ്ണവിവേചനം ഇല്ലാതാക്കുക മാത്രമല്ല, ലോകമെമ്പാടുമുള്ള പല നേതാക്കളെയും സമത്വത്തിനും മനുഷ്യാവകാശത്തിനും വേണ്ടി പോരാടാൻ പ്രേരിപ്പിച്ചു. നിരന്തരമായ പ്രയത്നത്തിലൂടെ മാറ്റം സാധ്യമാണെന്നും ഐക്യം ശക്തിയാണെന്നും പ്രത്യാശ ശാശ്വതമാണെന്നും അദ്ദേഹത്തിൻ്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.